നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ജപ്പാനെ പരാജയപ്പെടുത്തുമ്പോൾ ജപ്പാൻ്റെ ടനാക്കയിൽ നിന്ന് ബോൾ റാഞ്ചിക്കൊണ്ടാണ് ബ്രസീൽ അവസാന വിജയ ഗോളിലേക്കുള്ള നീക്കം നടത്തുന്നത്. അതുവരെ നന്നായിട്ട് കളിച്ചിട്ട് ടനാക്കക്ക് ആ ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോയി ഈ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ആ പൊസിഷൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം വളരെ വലിയ രൂപത്തിൽ നിരാശനായിരുന്നു. കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോഴാണ് മാത്യൂസ് കുഞ്ഞ ആളെ പോയി കെട്ടിപ്പിടിച്ച് കുറേ സമയമെടുത്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത്. ഇതാണ് ഫുട്ബോളിൻ്റെ ഭംഗി. അവിടെ തൊട്ടപ്പുറത്ത് കെൻഡോയോട് ഇനി നീ മിണ്ടരുത്, ഞങ്ങളെ ബഹുമാനിക്കണം, 5 സ്റ്റാർ ഉണ്ട്, 5 കിരീടങ്ങളുണ്ട് എന്ന് പറഞ്ഞവനാണ് ഇതേ മാത്യൂസ് കുഞ്ഞ. അപ്പോഴാണ് അപ്പുറത്തൊരുത്തൻ ചങ്ക് പിടഞ്ഞ് നിൽക്കുന്നത്, ഉള്ളുലഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. അവനെ പോയി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇതാണ്. കളികൾ ഒക്കെ കളത്തിനകത്താണ് പോരാട്ട വീര്യം. അതിന് പുറത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ അതിൻ്റെ ആ മനോഹാരിത നഷ്ടപ്പെടും. സാധാരണഗതിയിൽ അങ്ങനെ താരങ്ങളിത് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ചിലർ ഇതുപോലെ പോയി കെൻഡോയെ പോലുള്ള ചില ആളുകൾ വെറുതെ പുറത്ത് നിന്ന് ഓരോന്നൊക്കെ വിളിച്ച് പറയും. അതിന് കളിക്കളത്തിൽ വെച്ച് മറുപടിയും കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ സൗഹൃദങ്ങളുടെ കാഴ്ച കൂടിയാണ്, ഈ മനുഷ്യത്വത്തിൻ്റെ കാഴ്ചകൾ കൂടിയാണ് ഫുട്ബോളിനെ ഭംഗിയാക്കുന്നത്. ഏതായാലും മാത്യൂസ് കുഞ്ഞ ചെയ്തത് ഇന്ന് ഫുട്ബോൾ ലോകം വാഴ്ത്തുകയാണ്. എതിരാളികളുടെ കൂട്ടത്തിൽ എവിടെയാണോ പിഴച്ചു പോയത്, തൻ്റെ ടീമിനെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് താനാണ് എന്നുള്ളൊരു സങ്കട കടലായിട്ട് നിൽക്കുകയാണ് ആ ടനാക്കയെ പോയി ആശ്വസിപ്പിക്കുന്നു മാത്യൂസ് കുഞ്ഞ തീർച്ചയായിട്ടും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.